പണ്ടൊക്കെ കാട്ടിൽ ധാരാളം നെല്ലിമരങ്ങളുണ്ടായിരുന്നു. നെല്ലിമരങ്ങൾ കൂട്ടമായി വളർന്നിരുന്ന നെല്ലിക്കാടുകളുണ്ടായിരുന്നു. ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് നെല്ലിക്കാട്ടുമന എന്നൊരു പേര് വരാൻ കാരണം? നെല്ലിമരങ്ങൾ ധാരാളമായി വളർന്നു നിന്നിരുന്ന ഒരു സ്ഥലം. ഇന്നത് നെല്ലിക്ക പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ നേത്ര ചികിത്സാലയമാണ്. ഞങ്ങൾ 3-4 തലമുറകൾക്ക് മുമ്പ് തന്നെ ചികിത്സാരംഗത്ത്, ആയുർവേദ രംഗത്ത് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് നെല്ലിക്കാട്ട് കുടുംബം എന്നുള്ളതാണ്. അത് കാരണം ഇവിടെ ഞങ്ങൾ വന്ന് താമസിക്കുമ്പോൾ നെല്ലി ധാരാളം കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അതിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ നെല്ലിക്ക തിരിഞ്ഞെടുത്ത് തന്നെ മരുന്നുകൾക്ക് ഉപയോഗിക്കുകയും അങ്ങനെ പല മരുന്നുകളും ഞങ്ങൾക്ക് കൃഷിയുണ്ടായിരുന്നു. ഇന്നിപ്പം ആയുർവേദ രംഗത്ത് ഞങ്ങൾ കണ്ണിൻ്റെ ചികിത്സയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. നേത്രധാര എന്നുള്ള പ്രൊസീജിയറാണ് ഇവിടെ ചെയ്യുന്നത്. മരുന്നുകൾ, കഷായം ആയിട്ടുള്ള മരുന്നുകൾ കണ്ണിലൊഴുക്കുക, ഐ വാഷിങ്, കണ്ണ് കഴുകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ പലവിധ മരുന്നുകൾ ചേർന്നതോ ഒരു മരുന്ന് തന്നെയായിട്ടോ അത് തന്നെ കഷായം വെച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മരുന്നുകൾ റോ മെഡിസിൻസ് തന്നെ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്തതിൻ്റെ സ്വരസമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിരിക്കുന്ന കഷായമാണ് ത്രിഫലയുടെ കോമ്പിനേഷൻ. നെല്ലിക്ക പ്രധാനമായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ത്രിഫലയുടെ കോമ്പിനേഷൻ മരുന്നുകൾ കഷായം വെച്ച് അരിച്ചെടുത്ത് 1-2 തുള്ളി തേൻ ചേർത്ത് കണ്ണിൽ ധാര ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പലതവണ ഇങ്ങനെ വളരെ മൈൽഡായിട്ട് 3-4 പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് ചെയ്യുന്നു. സാധാരണ ഇവിടെ നേത്രരോഗ ചികിത്സയിൽ നമ്മൾ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സിൽ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റായിട്ട് ചെയ്യുന്നതാണ് ഈ ഐ വാഷിങ്. അതായത് ബാക്കി തർപ്പണം മുതലായ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് കണ്ണിനൊരു സൂത്തിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ കളയാനും അതുപോലെ സ്വെല്ലിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനും വേണ്ടി സാധാരണ ലോക്കലൈസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ് നേത്രധാര. ഇതിൽ ഉപയോഗിക്കുന്ന മെഡിസിൻസ് രോഗിയുടെ കണ്ണിൻ്റെ അവസ്ഥ അനുസരിച്ച്, രോഗത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മളിതിൽ ചൂസ് ചെയ്യുന്ന മരുന്നിനും വ്യത്യാസം വരുത്തുന്നു. വാതപിത്ത കഫങ്ങളാണല്ലോ ത്രിദോഷങ്ങൾ. ഇത് ഒരു തന്മാത്രയിൽ കൂടെ അതുണ്ട് നമ്മൾ കണ്ടു. അപ്പോൾ വാദം എന്നുള്ളത് അതിൻ്റെ ഗതി അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പിനെ സഹായിക്കുന്ന ഒരു ദോഷം, അതിന് വാദദോഷം എന്ന് പറയും. അതുപോലെ പിത്തം എന്ന് പറയുന്നത് അതിലുള്ള ഊർജ്ജശക്തിന് പിത്തം എന്ന് പറയും. അതിലുള്ള ഒരു സംഹാരം, എല്ലാ ജന്യങ്ങൾക്കും ഒരു നാശാവസ്ഥയുണ്ട്. അതിൽ നാശം തുടങ്ങുന്നത് ഈ കഫം മുതൽക്കായി നാശം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം, വായു, പിത്തം, കഫം. വേദത്തിൽ തന്നെ പറയുന്നുണ്ട്, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്നാണ് ജലം. ഈ ഹൈഡ്രജൻ, ഓക്സിജൻ, അതിൽ ഇലക്ട്രിസിറ്റി കൂടിയാൽ H2O എന്ന് പറയുന്ന ജലം ഉണ്ടാവുന്ന സിദ്ധാന്തം വേദത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാപഹ, അബ്ജ പൃഥിവി, പൃഥിവ്യാം ഓഷധയ. എങ്ങനെയെന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്ന്, ശൂന്യതയിൽ നിന്നാണ് ഈ സൃഷ്ടി തുടങ്ങുന്നത് തന്നെ. അതിൽ വായു എന്ന് പറയുന്ന, വാദം എന്ന് പറയുന്ന ഒരു ദോഷം, അതിൽ നിന്ന് ഒരു തേജസ്, അഗ്നി, അതിൽ നിന്നാണ് ജലം. ഇത് മൂന്നും കൂടി കൂടുകയാണ്. അപ്പോഴിത് പഞ്ചഭൂത സിദ്ധാന്തമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടു. പൃഥിവി, ജലം, ഇത് രണ്ടും കഫത്തിൽ ചേർന്നു. ഈ ആകാശവും വായുവിൽ ചേർന്നു. തേജസ് എന്ന് പറയുന്നത് പിത്തമായിട്ട് അവിടെ നിന്നു. അങ്ങനെ ഈ പഞ്ചഭൂത സിദ്ധാന്തവും അതുപോലെ അതിൽ നിന്നുണ്ടായിട്ടുള്ള ത്രിദോഷം, ഒന്ന് സൃഷ്ടിരൂപം, ഒന്ന് സ്ഥിതിരൂപം, ഒന്ന് സംഹാരരൂപം. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഈ പ്രക്രിയകൾ നടക്കുന്നത് തന്നെ ത്രിദോഷങ്ങളെ കൊണ്ടാണ്, വാതപിത്ത കഫങ്ങളെ കൊണ്ടാണ്, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇവകളെ കൊണ്ടാണ്. അത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ അഷ്ടാംഗഹൃദയത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. വയോഹരാത്രി ഭുക്താനാം തേ അന്ത മധ്യ ആദികാഹ ക്രമാത്. വയസ്സ്, അതായത് നമ്മുടെ ശരീരം എന്നർത്ഥം. അതിൽ വയസ്സിൻ്റെ ആദിഭാഗം
മധ്യഭാഗം, അന്ത്യഭാഗം. അതിൽ ആദ്യ ഭുക്താനം, വയോഹ രാത്രി ഭുക്താനം, വയസ്സിൻ്റെ ആദ്യ ഭാഗത്തിൽ കഫം, മധ്യഭാഗത്തിൽ പിത്തം, അന്ത്യഭാഗത്തിൽ വാതം. അപ്പോൾ കഫകാലം, പിത്തകാലം, വാതകാലം, ഈ കാലങ്ങളിൽ അതിൻ്റെ ആദിഭാഗം, മധ്യഭാഗം, അന്ത്യഭാഗം, രാത്രിയുടെ ആദിഭാഗം, മധ്യഭാഗം, അന്ത്യഭാഗം, വയോഹരാത്രി ഭുക്താന, അതുപോലെ ഭോജനത്തിൻ്റെ, ഭക്ഷണത്തിൻ്റെ ആദ്യഭാഗം കഫം, മധ്യഭാഗം പിത്തം, അന്ത്യഭാഗം വാതം. ഇങ്ങനെയുള്ള അവസ്ഥകളെക്കുറിച്ചിട്ട് അടുത്ത ആഴ്ച നമുക്ക് കൂടുതൽ പ്രതിപാദിക്കാം.